നമ്മളോട് ആരും പറയാത്തൊരു കാര്യം എന്താ അറിയോ, ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഉള്ളൊരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ലോ ആയിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിലെന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ മനസ്സിൽ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്സ് സീരീസിലൊക്കെ കാണുന്ന പോലെ തിക്കായിട്ടുള്ള ഫ്രണ്ട്സ്, ഏതൊരു പ്രതിസന്ധിയിലും ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ, അവരൊരു കാര്യത്തിലും പിരിയില്ല. ലൈക്ക് ലൈഫിൽ എത്ര ചേഞ്ചസ് വന്നാലും അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ ദേ ഫോം ദിസ് വെരി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആൻഡ് ബോണ്ട്. ഫ്രണ്ട്സിനെ പോലത്തെ കസിൻസ്, ഫാമിലി മെമ്പേഴ്സ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ലൈഫ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും ആണെങ്കിൽ എനിക്ക് മനസ്സിലായി ആ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വളരെ അതൊരു റിയാലിറ്റി ആകുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഞാൻ ലൈഫ് നാവിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കിയൊരു വലിയ സർപ്രൈസിങ് ഫാക്റ്റ് എന്താണെന്നറിയോ, ലേണിംഗ് ടു ലീവ് അലോൺ എന്ന് പറയുന്നത് വളരെ വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു ലെസൺ ആണ്. ലൈഫ് ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒറ്റയ്ക്ക് നമ്മൾ നിലനിന്ന് പോകാനും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്കില്ലെന്ന് പറയുന്നത്. ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ട് മാത്രമല്ല, ഈവൻ ലൈക്ക് വെൻ ഐ വാസ് യങ്ങർ ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഹാർഡ് ടു റിയലി ഫോം എ ഫ്രണ്ട്ഷിപ്പ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. മേ ബി ബിക്കോസ് ഐ വാസ് വെരി ഷൈ ആൻഡ് ഇൻട്രോവേർട്ടഡ്. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഇറ്റ് വാസ് ഓക്കെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ അച്ചാച്ചൻ, അമ്മാമ്മ. അപ്പോൾ അതായിരുന്നു എൻ്റെ ലോകം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പുറത്തൊരു എക്സ്റ്റേണൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതും ഇല്ലാത്തതും എന്നെ വലുതായിട്ട് അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഫസ്റ്റായിട്ട് ഒരു ഫ്രണ്ട് ഇല്ല എന്നുള്ളത് എനിക്ക് ഒരു വലിയൊരു ഫാക്ടറായിട്ട് തോന്നിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാനഡയിലേക്ക് വന്ന സമയത്താണ്. കാരണം ആ സമയത്ത് അമ്മയ്ക്ക് പിന്നെയും സുഖമില്ലാണ്ടായിട്ടോ. ഷി വാസ് റിയലി ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഹിയർ. അതായത് എൻ്റെ അമ്മയ്ക്ക് ഹിയറിംഗ് എയ്ഡ് ഇല്ലാണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ആൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ക്രിയേറ്റ്സ് എ ഡിസ്റ്റർബൻസ് ഇൻ ഹർ ഇയർ ആൻഡ് ഷീ വിൽ നോട്ട് ബി ഏബിൾ ടു ടോക്ക് ഓവർ ദ ഫോൺ ഫോർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ആ സമയത്താണെങ്കിലാണ് എനിക്ക് ഏറ്റവും അധികം ലോൺലിനെസ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ കാനഡയിൽ വരുമ്പോൾ ഐ വാസ് സപ്പോസ് ടു ബി ലിവിങ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആ ഗ്രൂപ്പിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസന്റ് ഏബിൾ ടു മാച്ച് വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് അതർ പീപ്പിൾ. അപ്പം എൻ്റെ ഒപ്പം ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ഐ വാസ് റിയലി മിസ്സിങ് ദാറ്റ് ഡീപ്പ് കണക്ഷൻ ഐ യൂസ് ടു ഹാവ് അറ്റ് മൈ ഹോം. അപ്പം അതെനിക്ക് ഭയങ്കര വലിയ ഹോം സിക്നെസ് ഉണ്ടാക്കിയെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഫസ്റ്റ് ടൈം നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം നമുക്ക് നമ്മുടെ ആ ഇമോഷൻ എന്താണെന്ന് നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് എന്താ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത, വേറെ എല്ലാവരും ഒരുമിച്ച് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, വൈ കനോട്ട് ഐ ഗോ ആൻഡ് ബി ലൈക്ക് ദാറ്റ് വേ ഇൻ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന്. അപ്പം വി ട്രൈ ടു സ്റ്റിക്ക് ഓൺ വിത്ത് സർട്ടൺ പീപ്പിൾ ഹും വി തിങ്ക് വി ക്യാൻ കണക്ട് വിത്ത്. പക്ഷെ അവർക്കതൊരു ബേർഡനായി മാറും. ബിക്കോസ് ദേ കനോട്ട് ബി ദെയർ ഇൻ യുവർ ലൈഫ് ഫോർ എവർ, റൈറ്റ്? എനിവൺ ഇൻ യുവർ ലൈഫ്. ഒരു റിലേഷനും നമ്മളുടെ ലൈഫ് ലോങ് പെർമനൻ്റ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും 100% ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റത്തില്ല. കാരണം അറ്റ് സം പോയിന്റ് ഓർ സർട്ടൺ പോയിന്റ് ഇൻ അവർ ലൈഫ് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ആകും. അപ്പം ആ ഒറ്റയ്ക്കാകുന്നത് നാവിഗേറ്റ് ചെയ്യാനാണ് ഏറ്റവും പാട്. പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് ദ സ്ട്രോങ്ങസ്റ്റ് ലെസൺ ഓർ ദ പവർഫുൾ സ്കിൽ ദാറ്റ് യു ലേൺ ഫോർ യുവർ സെൽഫ് എന്ന് ഞാൻ വേണേൽ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ വെരി കംഫർട്ടബിൾ പ്ലേസ്. അതായത് നമ്മൾ പിന്നെ ഫോം ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമ്മുടെ എന്തെങ്കിലും നീഡ്സിനോ വാണ്ട്സിനോ വേണ്ടിയിട്ടുള്ളതായിരിക്കത്തില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മളുടെ ആ ഒരു ഹോൾനെസ്സിൽ നമ്മളൊരാളിനെ മീറ്റ് ചെയ്യുമ്പം ദാറ്റ് റിലേഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫറെൻറ്റ് ആൻഡ് ദാറ്റ് റിലേഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഹെൽത്തി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ദേ ആർ പീപ്പിൾ ഹു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അതായത് അവരവിടെ പോകുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, കളിക്കുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വരുമ്പോഴത്തേക്കും അവരുടെ ഇമോഷണലി ട്രൂ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ദെൻ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്? ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ട്രൂ ആയിരിക്കണം എന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏറിയ മെജോറിറ്റിയിൽ എനിക്കറിയാവുന്നവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവർ എലോൺ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് തുറന്ന് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഇമോഷൻ നമ്മൾ ഷെയർ
ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ട് എന്താണോ നമ്മുടെ ട്രൂ സെൽഫ് വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ദേ കൈൻഡ് ഓഫ് ലൈക്ക് തിങ്ക് വി ആർ സില്ലി ഡ്രമാറ്റിക് പീപ്പിൾ. അല്ല, കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് ഇമോഷൻ ആണെങ്കിലും കുറച്ച് സില്ലിയും ഡ്രമാറ്റിക്കും തന്നെയാണ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നൊരു ടേം കേട്ടിട്ടുണ്ട് കേട്ടോ, കാരണം ക്രിഞ്ചും ക്ലീശയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം അതെന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫാക്റ്റാണ്. അതിനെ നമുക്ക് ക്ലീശയാണെന്നോ ക്രിഞ്ചാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. വെൻ യു സീ ദോസ് ടോപ്പിക്സ് റിപ്പീറ്റഡ്ലി ബീങ് യൂസ്ഡ് ഇൻ എ ഫിലിം ഓർ ഇൻ ഡ്രാമാസ്, ദെൻ ഇറ്റ് ബിക്കംസ് ക്രിഞ്ച് ഓർ ക്ലീശ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാ റിലേഷൻഷിപ്പിലും അതിലേതായ ക്ലീശും ക്രിഞ്ചും ഒക്കെ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ചില ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് ടോക്സിക് പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ട്രൈറ്റ് പറയാറുണ്ട്. അപ്പം അതിങ്ങനെ അങ്ങനത്തെ ഒത്തിരി കണ്ടന്റ് ഒരാൾ വാച്ച് ചെയ്യുമ്പം ശരിക്കും ജെനുവിൻ ആയിട്ടൊരു ഇൻട്രസ്റ്റോടെ ഒരാൾ ചോദിക്കുവാണ് ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ പോലും ആൾക്കാർ ഒഫൻഡഡ് ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ലോൺലിനെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഐസൊലേഷനോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ വാട്ട് ഐ വോണ്ട് ടു സേ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം അത് നിങ്ങളുടെ തെറ്റല്ല. നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ കൂടെയും ചേരാൻ പറ്റത്തില്ല. യു സീ, ഇഫ് യു ആർ അലോൺ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഹാവിങ് എ യുണീക് പെർസ്പെക്റ്റീവ് ആൻഡ് പേഴ്സണാലിറ്റി ആൻഡ് ഓൾസോ യു ആർ വെരി ബ്രേവ് ഇനഫ് ടു ക്യാരി യുവർ സെൽഫ്. അത് നിങ്ങൾ തളർന്നു പോകേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും കുറവായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ്. കാര്യം നിങ്ങൾക്ക് ഒരിടത്ത് പോകാനും ആരുടെ സഹായം വേണ്ട, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനും ആരുടെയും വാലിഡേഷൻസ് വേണ്ട. അതെന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമുക്ക് അറിയത്തില്ല എന്താണ് സത്യം എന്താണ് കള്ളം. അങ്ങനെയുള്ള നമ്മൾ നേരിട്ട് കാണാത്തതൊന്നും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കണ്ണിൽ കാണുന്ന നിങ്ങൾ ഫീൽ ചെയ്യുന്ന അതാണ് നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആകണ്ട. ഉച്ചയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് തെറ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചേരാത്ത ഒരു ഗ്രൂപ്പുമായിട്ട് ട്രാവൽ ചെയ്യുന്നതിനെക്കാട്ടിലും എന്തോരം നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. കാരണം ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോൺലിനെസ് അല്ല, സൈലൻസ് എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിങ് ആണ് മോസ്റ്റ് ഓഫ് ദി ടൈം. എന്തിനാണ് ഈ സന്യാസിമാരൊക്കെ പണ്ടുള്ള സമയങ്ങളിൽ കാട്ടിലൊക്കെ പോയി തപസ്സിരുന്നിട്ടുള്ളത്? ഇറ്റ്സ് ബിക്കോസ് നമ്മൾ തനിയെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും അധികം ചിന്തകളും ഇന്നർ ഡിസ്കവറിയും സംഭവിക്കുന്നത്. നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് റിഫോർമേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നത്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതായത് ഈ പോയിന്റ് ഓഫ് ലൈഫ് നിങ്ങളെ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആരില്ലെങ്കിലും ശക്തമായിട്ട് നിങ്ങളുടെ കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാണ് എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ, ആദ്യമേ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് അത് ജേർണലിംഗ് ആണ് എന്നറിയാവുന്നത്. കാരണം അന്നത്തെ സമയത്ത് എനിക്ക് ജസ്റ്റ് ആരോടെങ്കിലും സംസാരിക്കണം, എനിക്ക് വാളിനോട് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ തലയിൽ ഞാൻ കുറേ സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് കോഫി ഷോപ്പിൽ പോവുക, കോഫി കുടിക്കുക, ഇങ്ങനെ നടക്കുക, എൻ്റെ തന്നെ ഒരു ഓൺ വേൾഡ് ആൻഡ് ഫാൻറ്റസി എൻ്റെ തലയിൽ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഐ സ്റ്റാർട്ടഡ് ബീയിങ് ഇൻ മോർ ലവ് വിത്ത് മൈസെൽഫ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദാറ്റ്. ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇപ്പം മെൽവിനും മിലാനും ഉണ്ടെങ്കിലും ഐ ടേക്ക് സം ടൈം ഫോർ മൈസെൽഫ്. ഒരു ഡേയിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് എന്നെ മാത്രം ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. കാരണം അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് അത് വേറൊരു ഫാക്ടറാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. അത് ആരുടെയും തെറ്റല്ല. അപ്പോൾ ഞാൻ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ക്രേസി ഐഡിയാസൊക്കെയും അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് വരുന്ന കമൻസും എനിക്ക് വരുന്ന മെസ്സേജസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാനീ പറയുന്നതൊക്കെയും ആർക്കെങ്കിലുമൊക്കെ യൂസ് ആകുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്, ആരുടെയെങ്കിലുമൊക്കെ ലോൺലിനെസ്സിൽ ഒരു
കംഫർട്ട് ആകാനായിട്ട് എൻ്റെ ഇങ്ങനത്തെ ചിലപ്പിലേക്ക് പറ്റുന്നുണ്ട്. അന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാര്യം അത് ഒറ്റൊരാളാണെങ്കിലും ഐ വിൽ ഫീൽ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് മൈ മിഷൻ ഈസ് അക്കംപ്ലിഷ്ഡ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ചാലഞ്ചസ്, എൻ്റെ പെയിൻ പോയിൻറ്റ്സ്, അതിലൂടെയൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കും ഐ ഓൾവേസ് തോട്ട് ഓഫ് ഹാവിങ് എ ഗുഡ് ഫ്രണ്ട് or someone whom I can relate to, or who will openly and genuinely share their emotions, feelings. When I say I'm not okay, it's okay to be that way എന്ന് പറയുന്ന ആരെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ടിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതും. ഇത്രയും സമയം എന്നെ സഹിച്ചതിന് വളരെ 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 നന്ദി. കാരണം എല്ലാവരുടെ സമയം വിലപ്പെട്ടതാണ്. and I don't want to waste anybody's time. Thank you all for watching and supporting me, and see you all in my next video. Take care. Bye bye. ഇനിയും സന്ധിക്കും വരയ്ക്കും വണക്കം. Bye bye.